ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ചധികം മാങ്ങ കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അപ്പോൾ മാങ്ങൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ അതിൽ പലവിധം മാങ്ങ ഉണ്ട് കേട്ടോ. മൂവാണ്ടനുണ്ട്, അതേപോലെ നമ്മളെ കോമാങ്ങ ഉണ്ട്, അതേപോലെ നാടൻ മാങ്ങ ഉണ്ടല്ലോ, ചോലാങ്ങ എന്നൊക്കെ പറയണ ആ മാങ്ങ ഉണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചട്ടിയൊക്കെ റെഡിയാക്കിയിരിക്കണം. മാങ്ങ അങ്ങനെ കഴുകിയിട്ട് നിരത്തി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയും കളഞ്ഞെടുക്കണം. അപ്പം മൂത്തച്ചി താത്ത വന്നീനി. അപ്പോൾ താത്ത കൊണ്ടുവന്നതാട്ടെ ഈ മാങ്ങ. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പം കുറച്ചധികം ഉണ്ടാക്കണത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്കും കുറച്ച് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഇതൊക്കെ ഒന്നും ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. അവൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ബിരിയാണി നെയ്ച്ചോറിൻ്റെയും വരലില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് പോകുമ്പം താത്ത പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പം കുറച്ച് കൊണ്ടും പോകാൻ വിചാരിച്ചങ്ങാണ്ടാണ് കേട്ടോ കുറച്ചധികം ഉണ്ടാക്കണ്. അങ്ങനെ മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പം ചട്ടിയിൽ കൊള്ളാതായി. പിന്നെ ഞങ്ങൾ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. മൺചട്ടിയിൽ വെച്ചാലല്ലേ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ആദ്യം മൺചട്ടിയിലിട്ടത്. അപ്പോൾ അതിൽ കൊള്ളാത്തപ്പം എൻ്റെ ഏറ്റവും വലിയ ചട്ടിയാണ് ഈ മൺചട്ടി. അതിൽ കൊള്ളാത്തപ്പം പിന്നെ വേറൊരു ചെമ്പെടുത്തുകൊണ്ട് ഹൈക്കിട്ട് കൊടുത്ത്. പിന്നെ അതിൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പം അത് കുറച്ചധികം മാങ്ങ ഉണ്ടായതുകൊണ്ടാണ് അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 മാങ്ങയൊക്കെ ഉള്ളെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതി. അങ്ങനെ അതൊക്കെ ഒന്ന് അടുപ്പത്ത് നമുക്ക് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പം നമ്മളെ വീഡിയോസൊക്കെ 2-3 ദിവസമായില്ല വന്നിട്ട്. ഞാനിപ്പോൾ 1-2 വീഡിയോ ഇടല്. എന്നാലും എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ 2 ദിവസം വീഡിയോ ഇടാഞ്ഞ്. അപ്പം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം മാങ്ങയൊക്കെ നല്ലോണം തിളച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചധികം മാങ്ങ ഉണ്ടായതുകൊണ്ട് കുറച്ചധികം ശർക്കര എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാങ്ങക്ക് ഒരു വെല്ലം ശർക്കരാണി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പീസ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങക്കനുസരിച്ച് ഇങ്ങനെ വെല്ലത്തിൻ്റെ ആണി ഇങ്ങനെ എണ്ണിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞങ്ങളത് കറക്റ്റ് പാകത്തെ മധുരേനി കേട്ടോ. ഏറിയില്ല കുറവില്ല, ഒക്കെ കറക്റ്റേനി. അപ്പം ഒരു മാങ്ങക്ക് ഒരു വെല്ലം എന്നുള്ള തോതിലെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് നമ്മൾ ഈ മാങ്ങക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പിന്നെ മാങ്ങൻ്റെ സീസൺ ആണല്ലോ. കഴിഞ്ഞ വർഷത്തേലേറെ പ്രാവശ്യം എല്ലാ സ്ഥലത്തും മാങ്ങ അധികം ഉണ്ട്. അപ്പോൾ ഇവിടെ മൂച്ചുണ്ട്, മാങ്ങയൊന്നും ആയിട്ടില്ല കേട്ടോ. നമുക്കിങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉള്ളവരും ഇങ്ങനെ തരുമല്ലോ. അങ്ങനെ മാങ്ങക്ക് കുടുങ്ങിയിട്ടൊന്നുമില്ല. ഇഷ്ടം പോലെ മാങ്ങയും കിട്ടിയിരിക്കണേ പ്രാവശ്യം. മാങ്ങയും ചക്കയൊക്കെ കിട്ടിയിരിക്കണേ. അങ്ങനെ ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്തതൊക്കെ അരിച്ചൊഴിച്ചുങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പം മാങ്ങ ഇങ്ങനെ പഴുത്തുങ്ങാണ്ട് അധികമായി കേടന്ന് പോവാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നാളേക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ നെയ്യ് എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യില്ലാതെ വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ മാങ്ങയൊന്നും ചീഞ്ഞ് കളഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കഴിച്ചോലൊക്കെ നല്ല അഭിപ്രായം കേട്ടോ. പിന്നെ വിളിച്ചിട്ട് ഈ കഴിച്ചോലൊക്കെ പിന്നെ ഓരോ വീട്ടിൽ മാങ്ങ ഉണ്ടായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിരിക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാനേ അധികം സമയമോ ഒന്നും വേണ്ട കേട്ടോ. മാങ്ങ ഒന്ന് തൊലി കളഞ്ഞ് എടുത്താൽ മതി. പിന്നെ അധികം വേവൊന്നുമില്ല കേട്ടോ പഴുത്ത മാങ്ങ ആയതുകൊണ്ട്. അപ്പോൾ മാങ്ങ സീസണിലാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ പൈസ കൊടുത്തുങ്ങാണ്ടൊന്ന് മാങ്ങ ആയിങ്ങാണ്ട് ഇങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കിയെടുക്കൂലല്ലോ. അങ്ങനെ നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ചുങ്ങാണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞങ്ങൾ ചിക്കൻ കറിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടില്ലേനി. അപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കിയാണ്ട് ഇട്ട് കൊടുക്കുക. കാരണം എരിവും പുളിയും ഒക്കെ ഉള്ളതാണല്ലേ നമ്മളെ മാമ്പഴ പുളിശ്ശേരി. അങ്ങനെ നമ്മളെ മാങ്ങയിൽ ശർക്കരയും ഉപ്പും പുളിയും ഒക്കെ നല്ലോണം പിടിച്ചുകൊണ്ട് നല്ലോണം വെന്ത് വന്നിക്കണം. ഇനി നമുക്കിതൊക്കെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ പൂണ്ടുങ്ങാണ്ട് ഇങ്ങോട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വെച്ചിക്കണം. അപ്പം ഇനി നമുക്ക് അതിക്ക് മുളകും പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 5 മാങ്ങയൊക്കെ ഉള്ളെങ്കിൽ ഒരു 1/2 സ്പൂണൊക്കെ മതി കേട്ടോ. ഇത് കുറച്ചധികം മാങ്ങ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂണ് അതും ഇട്ട് കൊടുത്തേക്കണം. പിന്നെ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി ജീരകം ഇതൊന്നും വേണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രം തൈര് ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇത് അരക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം അരയണം എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് പേസ്റ്റായിട്ട് നല്ല കൊയമ്പ് രൂപം എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ അരയണം. അരവ് മസ്റ്റാണ്. പെട്ടെന്ന് അരച്ചുങ്ങാണ്ട് അതിൽ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ പുളിക്കാവശ്യത്തിനുള്ള തൈര് അതിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ലോണം ഫൈനായിട്ട് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. അങ്ങനെ അരപ്പൊക്കെ നല്ലോണം അരച്ചിട്ട് ഒരു ട്രിപ്പ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ 2ാം ട്രിപ്പ് അരച്ചിക്കണം, അതും അതിൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് മാങ്ങയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ മതി. അങ്ങനെ കണ്ടോ നല്ലോണം അരഞ്ഞിരിക്കണം. ഞങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയിക്കാരം.
അപ്പം മിക്സിൻ്റെ ജാറ് ചുഴറ്റിങ്ങാണ്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മളെ മിക്സിൻ്റെ ജാറിലുള്ളത് നല്ലോണം ഇങ്ങോട്ട് എന്തെങ്കിലും വെച്ചുങ്ങാണ്ട് ഇങ്ങോട്ട് കൈ വെച്ചുങ്ങാണ്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചുങ്ങാണ്ടൊക്കെ നല്ലോണം ഒന്ന് വടിച്ചെടുത്തുങ്ങാണ്ട് അതിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി ഇങ്ങനെ ഉണ്ടാക്കുമ്പം ചോറും അതേപോലെ ഒപ്പം ഇരുന്ന് കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വേണമല്ലോ. ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇതൊന്നും രസമല്ല. അപ്പം അങ്ങനെ മുത്തശ്ശി വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടാക്കാനും അതേപോലെ കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണം കൂടെ. അപ്പം നമുക്കും തന്നെ അതിനൊരു ഉന്മേഷം ഉഷാറൊക്കെ തന്നെ വരും. അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ നന്നായിട്ട് അരയണം. അരയാഞ്ഞാൽ നമ്മളെ ഈ മാമ്പഴപ്പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊക്കെ കടുക് വറുക്കണം. കടുകും ഉലുവയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുങ്ങാണ്ട് തൂമിച്ചെടുക്കണം. അപ്പം നിങ്ങളെല്ലാവരും മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെയാണ് ഉണ്ടാക്കൽ അതോ ഇതിൻ്റെ വ്യത്യസ്ത വേറെ രൂപത്തിലാണോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പം പലരും പല രീതിയിലേക്കാരും ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇനി ഇതൊന്ന് തേങ്ങൻ്റെ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് തിളച്ചെടുത്തിക്കണം. അപ്പം ഇനി നമുക്ക് തൂമിച്ചെടുക്കാം. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഒരിക്കലും നെയ്യ് തന്നെ വേണം കേട്ടോ. ഈ നെയ്യാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം വെളിച്ചെണ്ണയും ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. എന്തായാലും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിക്ക് ഉലുവയും കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുകൊണ്ട് വറവിട്ടെടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലേനി. അതേപോലെ കറിവേപ്പിൻ്റെ ഇല നമ്മൾ ആ ഇല്ലിമ്മന്ന് ഇങ്ങോട്ട് വേറെടുക്കാതെ അങ്ങനെ തന്നെ കിട്ടണേ അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ അതിലിങ്ങനെ അതിൽ കിടക്കുമ്പം വേറൊരു കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ. അപ്പം നെയ്യിൽ കടന്നുകാണ്ട് ഉലുവയും അതേപോലെ കടുകും ഒക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി സെറ്റായിട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഈ മാങ്ങൻ്റെ സീസണിൽ എല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യമേലൊന്നും ഉണ്ടാക്കി നോക്കണ്ടി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ട നമ്മളെ കറിവേപ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്യ് മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തേങ്ങ നല്ലോണം അരച്ചെടുക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ചിക്കൻ മുളകിട്ടതും അതേപോലെ കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചതുണ്ടായിന് കേട്ടോ. അതും കൂട്ടാനുണ്ടാക്കി എടുത്തിക്കണ്. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, തോനൊന്നുമില്ല. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ മക്കളും കഴിച്ചോളും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കേക്ക് ഉണ്ടായിന്, അതും ഓവനക്ക് വെച്ചിക്കണ്. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഈ രീതിയിൽ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.